Welcome AEON Study Circle. Success on your fingertip. നിങ്ങൾ സൂര്യനെ പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയണം. സിവിൽ സർവീസ് എക്സാമിനേഷൻ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ചരിത്രം. പാർട്ട് 1 ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഭാഗം 1 സിന്ധു നദീതട നാഗരികത. The Indus Valley Civilization, a Bronze Age civilization. Like the other three civilizations of the ancient world, which developed along the river bank, Egyptian on Nile, Mesopotamian on Tigris, Euphrates, Chinese on the Euphrates, had developed on bank of Indus and several other nearby rivers such as Ghagra, the now dried up Saraswati and the Devagiri. The center of this civilization was in Sindh and the Punjab, and from there it spread all direction. Sindhu Naditara Nagarigata, Bengalayuga Nagarigata, പുരാതന ലോകത്തിലെ മറ്റ് 3 നാഗരികതകളെ പോലെ നദീതീരങ്ങളിൽ വികസിച്ചു. ഈജിപ്ഷ്യൻ ഓഫ് നൈൽ, ടൈഗ്രീസ് യൂഫ്രട്ടീസിലെ മെസൊപ്പൊട്ടോമിയൻ, യോങ്സിങ് ചൈനയിൽ എന്നിവയാണ് ഈ മറ്റു 3. സിന്ധു നദീതീരത്തും നിരവധി സമീപത്തുള്ള മറ്റ് നദികളായ ഗാഘർ, ഘാഗ്ര, ഇപ്പോൾ വറ്റിപ്പോയ സരസ്വതി, ദ്രസ്വതി എന്നിവയാണ്. ഈ നാഗരികത കേന്ദ്രം സിന്ധുവിലും പഞ്ചാബിലുമായിരുന്നു. അവിടെ നിന്ന് അത് എല്ലാ ദിശയിലേക്കും വ്യാപിച്ചു. This civilization was largest Egypt, Mesopotamia, South Asia and China, and covered the area of around 1.3 million square kilometers. This area is triangular in shape, and no other ancient civilization was extended to such a large area. According to recent researches, the Indus Valley civilization broadly covered a time span from around 8000 BC to 1200 BC. ഈ നാഗരികത ഏറ്റവും വലിയ ഈജിപ്റ്റ്, മെസൊപ്പൊട്ടോമിയ, ദക്ഷിണേഷ്യ, ചൈന എന്നിവയായിരുന്നു. ഏകദേശം 1.3 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ടായിരുന്നു. ഈ പ്രദേശം ത്രികോണാകൃതിയിലായിരുന്നു. മറ്റൊരു പുരാതന നാഗരികതയും ഇത്രയും വലിയ പ്രദേശത്തേക്ക് വ്യാപിച്ചിട്ടില്ല. സമീപകാല ഗവേഷണങ്ങൾ അനുസരിച്ച് സിന്ധു നദീതട നാഗരികത BC 8000 മുതൽ BC 1200 വരെയുള്ള കാലഘട്ടത്തെ വിശാലമായി ഉൾക്കൊള്ളിക്കുന്നു. The Indus Valley civilization covered most of the Pakistan and parts of northwestern India, Afghanistan and Iran, extending from Jammu in the north to Narmada estuary in the south, and from the Markor coast of Balochistan in the west to Meerut in the northeast. The geography of the Indus Valley put the civilization that across there is a highly similar situation to those in Egypt and Peru, which rich agricultural land being surrounded by highland, desert and ocean. സിന്ധു നദീതട നാഗരികത പാകിസ്ഥാന്റെ ഭൂരിഭാഗവും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്നിവയുടെ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നു. വടക്ക് ജമ്മു മുതൽ തെക്ക് നർമ്മദ എസ്റ്റുറി വരെയും പടിഞ്ഞാറ് ബലൂചിസ്ഥാനിലെ മക്രാൻ തീരം മുതൽ വടക്ക് കിഴക്ക് മീററ്റ് വരെയും ആണ് ഈ നാഗരികത വികസിച്ചിരുന്നത്. സിന്ധു നദീതടത്തിന്റെ ഭൂമിശാസ്ത്രം ഈജിപ്തിന്റെയും പെറുവിലെയും സമാനമായ സാഹചര്യങ്ങളിൽ ഉയർന്നുവന്ന നാഗരികത ഉൾക്കൊള്ളുന്നു. സമഗ്രമായ കാർഷിക ഭൂമിയിൽ ഉയർന്ന പ്രദേശങ്ങൾ, മരുഭൂമി, സമുദ്രം എന്നിവയെ ചുറ്റപ്പെട്ടിരിക്കുന്നു. It flourished in the basin of Indus River and the now dried up Saraswati River, which one goes through northwest India and west eastern Pakistan, together with its tributary follow along the channel, identified as that of the Ghagra River.
The course of Indus River in the 3rd millennium BC was more southeasterly and it flowed in the Arabian Sea in the vicinity of the Rann of Kutch. Coastal settlement extend from Surkotra in western Balochistan to Lothal in the Gujarat. സിന്ധു നദിയുടെ നദീതടങ്ങളും ഇപ്പോൾ ഉണങ്ങിപ്പോയ സരസ്വതി നദിയിലും ഇത് അഭിവൃദ്ധി പ്രാപിച്ചു. ഈ കാലത്ത് വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലൂടെയും കിഴക്കൻ പടിഞ്ഞാറിലൂടെയും സഞ്ചരിച്ച് അതിന്റെ കൈവഴികൾ ഒരു ചാനലിലൂടെ ഒഴുകുന്നു. ഇത് ഘഗ്ഗർ ഖംഗ്ര നദിയാണെന്ന് തിരിച്ചറിഞ്ഞു. BC 3ാം സഹസ്രാബ്ദത്തിൽ സിന്ധു നദിയുടെ ഗതി കൂടുതൽ തെക്ക് കിഴക്ക് ഭാഗത്തായിരുന്നു. ഇത് റാൺ ഓഫ് കച്ചിന് സമീപമുള്ള അറേബ്യൻ കടലിലേക്ക് ഒഴുകുന്നു. പടിഞ്ഞാറൻ ബലൂചിസ്ഥാനിലെ സുസ്കോഡറൂർ മുതൽ ഗുജറാത്തിലെ ലോത്തൽ വരെ തീരദേശ വാസസ്ഥലങ്ങൾ വ്യാപിച്ചു. എയർലി ഹാരപ്പൻ ഫേസ് 3300 BC to 2600 BC. The early Harappan is related to the Hagrab phase, identify the Gangar-Hagra river valley and coincide the Kot-Diji phase, named after site in the northern Sindh, Pakistan near Mohenjo-daro. The earliest example of Indus script dated to 3rd millennium BC. Discoveries from Birana indicate that Hangra were from this area date from as early around 7500 BC. ആദ്യകാല ഹാരപ്പൻ ഘട്ടം BC 3300 മുതൽ BC 2600 വരെ. ആദ്യകാല ഹാരപ്പൻ ഹങ്കര ഘട്ടവുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഘഗ്ഗർ ഖംഗ്ര നദീതടങ്ങളിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടാതെ കോട്ട്-ഡിജി ഘട്ടം പാകിസ്ഥാനിലെ വടക്കൻ സിന്ധിലെ മോഹൻജൊദാരോയ്ക്ക് സമീപമുള്ള ഒരു സൈറ്റാണിത്. സിന്ധു ലിപിയുടെ ആദ്യകാല ഉദാഹരണങ്ങൾ BC 3ാം മില്ലേനിയം കാലഘട്ടത്തിലാണ്. ഈ പ്രദേശത്ത് നിന്നുള്ള ഹംഗ്ര വെയർ BC 7500 മുതലുള്ളതാണെന്ന് ഭിരാനയിൽ നിന്നുള്ള കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു. Kot-Diji represented the phase leading up to mature Harappan, with the citadel representing centralized authority and an increasingly urban quality of life. Another town of this stage was found in Kalibangan in the India of the Hangra River. Trade network linked this culture with related regional culture and distinct source of raw material, including lapis lazuli and other material of bread making. Villages had by this time domesticated numerous crops including peas, sesame seed, dates and cotton, as well as animal including the water buffalo. Early Harappan communities turned the larger urban center by 2600 BC from where the mature Harappan phase started. പക്വതയുള്ള ഹാരപ്പനിലേക്ക് ഘട്ടത്തെ കോട്ട്-ഡിജി പ്രതിനിധീകരിക്കുന്നു. കേന്ദ്രീകൃത അധികാരത്തെയും നഗര ജീവിത നിലവാരത്തെയും പ്രതിനിധീകരിക്കുന്ന കോട്ട. ഈ ഘട്ടത്തിലെ മറ്റൊരു പട്ടണം ഇന്ത്യയിലെ കാലിബംഗനിൽ ഹഗ്ര നദിയിൽ കണ്ടെത്തി. വാണിജ്യ ശൃംഖലയിൽ ഈ സംസ്കാരത്തെ അനുബന്ധ പ്രാദേശിക സംസ്കാരങ്ങളുടെയും ലാപ്പിസ് ലാസുലി ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ വിദൂര സ്രോതസ്സുകളെയും കൊന്ത നിർമ്മാണത്തിനുള്ള മറ്റു വസ്തുക്കളെയും ബന്ധിപ്പിക്കുന്നു. കടല, എള്ള്, തിനത്, പരുത്തി, ജല എരുമ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ തുടങ്ങിയ നിരവധി വിളകളെ ഗ്രാമവാസികൾ ഈ സമയം വളർത്തിയിരുന്നു. BC 2600 ആദ്യകാല ഹാരപ്പൻ സമൂഹം വലിയ നഗര കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞു. അവിടെ നിന്ന് പക്വതയുള്ള ഹാരപ്പൻ ഘട്ടം ആരംഭിച്ചു. മെച്വർ ഹാരപ്പൻ ഫേസ് 2600 BC
2600 BC to 1900 BC. 2600 BC, the early Harappan communities had been turned into larger urban centers. Such urban centers include Harappa, Ganarwala, Mohenjo-daro in Pakistan, and Dholavira, Kalibangan, Ratnagiri, Ropar, and Lothal in India. Pakkota Harappan BC 2600 BC 2600 മുതൽ 1900 BC വരെ. BC 2600 ആദ്യകാല ഹാരപ്പൻ സമുദായങ്ങളെ വലിയ കേന്ദ്രങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. ഇന്ത്യയിലെ രാഖിരി, റോപ്പർ, ലോത്തൽ, മോഹൻജൊദാരോ എന്നിവയാണ് അത്. ഇമ്പോർട്ടൻറ്റ് സൈറ്റ് ഇൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ: ഹാരപ്പ, മോഹൻജൊദാരോ, കോട്ട് ഡിജി, കാലിബംഗൻ, ബനവാലി, ലോത്തൽ, ദ ഡോക്യാർഡ്, സുർക്കോട്ടഡ, ധോളവീര. പ്രധാനപ്പെട്ട സൈറ്റുകളാണ് സിന്ധു നദീതട സംസ്കാരത്തിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ, അതായത് സൈറ്റുകൾ: ഹാരപ്പ, മോഹൻജൊദാരോ, കോട്ട് ഡിജി, കാലിബംഗൻ, ബനവലി, ലോത്തൽ, ഡോക്യാർഡ്, സുർക്കോട്ടഡ, ധോളവീര. First one, Harappa is the first discovery site of Indus civilization, excavated in 1921 by the team led by Dayam Sahini. It was a major urban center during its mature phase, surrounded by extensive wall. It is located in Punjab province, Pakistan, on the old bank bed of the river Ravi. Its location along old coast of Ravi provided access to trade network, aquatic food, and water for drinking and cultivation. Harappa remained occupied for a long time. Harappa was also meeting point of trade route coming from east. 1921 ദയാം സാഹിനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഖനനം ചെയ്ത് ഈ നഗരിയുടെ ആദ്യ കണ്ടെത്തൽ സ്ഥലമാണ് ഹാരപ്പ. പക്വത എന്ന ഘട്ടത്തിൽ വിപുലമായ മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രധാന നഗരമായിരുന്നു ഹാരപ്പ. ഇത് പഞ്ചാബ് പ്രവിശ്യയിലായിരുന്നു. പാകിസ്ഥാൻ രവി നദിയുടെ പഴയ കരയിൽ കിഴക്കായിരുന്നു ഇത് സ്ഥിതി ചെയ്യുന്നത്. രവിയുടെ പഴയ ഗതിയിലൂടെ നീളമുള്ള സ്ഥലം വാണിജ്യ ശൃംഖലയിലേക്കും ജലഭക്ഷണത്തിനും കുടിവെള്ളത്തിനും കൃഷിക്കും വെള്ളം ലഭ്യമാക്കി. ഹാരപ്പ വളരെ കാലം കൈവശപ്പെടുത്തിയിരുന്നു. കിഴക്ക് നിന്ന് വരുന്ന വ്യാപാര റൂട്ടുകളുടെ ഒരു കൂടിക്കാഴ്ച കൂടിയായിരുന്നു ഹാരപ്പ എന്ന സ്ഥലം. The major finding include 2 rows of 6 granaries with bricks platform, workman quartzite, 2 sandstone statues depicting human anatomy, dog attaching deer, little bullock carts, and it's the only site which had the evidence of coffin burner. പ്രധാന കണ്ടെത്തലുകൾ: ഇഷ്ടിക പ്ലാറ്റ്ഫോമുകളുള്ള 6 കളപ്പുരയുള്ള 2 വരികൾ, വർക്ക്മാൻ ക്വാർട്ടേഴ്സ്, മനുഷ്യ ശരീര ഘടനയെ ചിത്രീകരിക്കുന്ന 2 മണൽ കല്ലുകൾ, നായ ആക്രമിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവർ, ചെറിയ കാളവണ്ടികൾ, ശവപ്പെട്ടി അടക്കം ചെയ്തതിന് തെളിവുള്ള ഒരേയൊരു സൈറ്റാണ് ഹാരപ്പ. മോഹൻജൊദാരോ മൗണ്ട് ഓഫ് ഡെഡ് was excavated by the team led by the R.D. Banerjee in 1922. It is located in the Larkana district of Sindh, Pakistan, on bank of Indus River. The major finding in Mohenjo-daro included a college, a multi-pillared assembly hall, the Great Bath, a large granary, a piece of woven cotton along the spindle wall on the needles, Mahadeva, a pot stone fragment of Mesopotamian origin, evidence of direct trade contact with Mesopotamia, a bronze dancing girl, discovery of human skeleton put together, a seal representing mother goddess, which is a plant growing from her womb, a
bearded man and a seal with the picture suggesting Pashupati. 1922 R.D. ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മോഹൻജോദാരോ ഖനനം നടത്തിയത്. സിന്ധു നദിയുടെ തീരത്ത് സിന്ധ് പാകിസ്ഥാനിലെ ലർക്കാന ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മോഹൻജോദാരോയിലെ പ്രധാന കണ്ടെത്തലുകൾ ഒരു കോളേജ്, ഒരു മൾട്ടി പില്ലർ അസംബ്ലി ഹാൾ, ഗ്രേറ്റ് ബാത്ത്, ഒരു വലിയ കളപ്പുര, നെയ്ത ഒരു കഷണം എന്നിവ ഉൾപ്പെടുന്നു. പരുത്തിയും സ്പിൻഡിൽ ചുഴികളും സൂചികളും. മഹാദേവ മെസൊപ്പൊട്ടോമിയൻ വംശനായിരുന്ന ഒരു കല്ല് മെസൊപ്പൊട്ടോമിയയിലുള്ള നേരിട്ടുള്ള വ്യാപാര ബന്ധത്തിന്റെ തെളിവ്. വെങ്കല നൃത്തം ചെയ്യുന്ന പെൺകുട്ടി. മനുഷ്യന്റെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരുന്നു. അമ്മ ദേവിയെ പ്രതിനിധീകരിക്കുന്ന ഒരു മുദ്ര. ഗർഭപാത്രത്തിൽ നിന്ന് വളരുന്ന ഒരു ചെടി. താടിയുള്ള മനുഷ്യൻ. പശുപതിയെ സൂചിപ്പിക്കുന്ന ചിത്രമുള്ള ഒരു മുദ്രയും. Next, Kotiji was a pre-Harappan site and located on the left bank of river Sindh. This city was destructed by the force of some fire. A Dhar is major object found here. Statues of bull and mother goddess and other things found in Kotiji. സിന്ധ് നദിയുടെ ഇടത് കരയിലാണ് കോട്ടിജി. ഒരു ഹാരപ്പൻ പ്രീ സൈറ്റ് ആയിരുന്നു. ഈ നഗരം ബലപ്രയോഗത്തിലൂടെ തീപിടുത്തത്തിലോ നശിപ്പിക്കപ്പെട്ടു. ഇവിടെ കാണപ്പെടുന്ന പ്രധാന വസ്തുവാണ് ടാർ. കാളയുടെയും അമ്മാദേവിയുടെയും പ്രതിമകളാണ് കോട്ടിജിയിൽ കാണപ്പെട്ടത്. നെക്സ്റ്റ്, കാലിബംഗൻ ഈസ് എ ഹനുമൻഗഡ് ഡിസ്ട്രിക്ട് ഓഫ് രാജസ്ഥാൻ. It was located on the bank of now dried up Saraswati River. Kalibangan literally means blank bangles. It got name from the myriad piece of terracotta bangles excavated here. Kalibangan was an early Harappan fortified settled, having house on both sides of street, bathroom and drain on bank bricks. The major finding of the site include the oldest plugged field, fire altars, charging bull, tiled floor, 2 kinds of burners, bone of camel, etc. സിന്ധ് നദിയുടെ ഇടത് കരത്തിലാണ് കോട്ടിജി. ഒരു ഹാരപ്പൻ പ്രീ സൈറ്റ് ആയിരുന്നു. ഈ നഗരം ബലപ്രയോഗത്തിലൂടെയോ തീപിടുത്തത്തിലൂടെയോ നശിപ്പിക്കപ്പെട്ടു. ഇവിടെ കാണപ്പെടുന്ന പ്രധാന വസ്തുവാണ് ടാർ. കാളയുടെയും അമ്മാദേവിയുടെയും പ്രതിമകളാണ് കോട്ടിജിയിൽ കാണപ്പെട്ടത്. ഇവിടെ ഖനനം ചെയ്തത് ടെറക്കോട്ട വളകളുടെ മൈറൈറ്റ്സ് കഷ്ണങ്ങളും നിന്നാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. തെരുവുകളുടെ ഇരുവശത്തും വീടുകളുടെയും കുളിമുറികളുടെയും ചുട്ടുപഴുത്ത എസ്റ്റേറ്റുകളുടെയും അഴുക്ക് ചാലുകളുടെയും ഉള്ള ആദ്യകാല ഹാരപ്പൻ കോട്ടയായിരുന്നു ഇത്. സൈറ്റിന്റെ പ്രധാന കണ്ടെത്തലുകൾ ഏറ്റവും പഴയ ഉഴുതുമറിഞ്ഞ വയൽ, അഗ്നിബലിപീഠങ്ങൾ, ചാർജിംഗ് കാള, ടെയിൽ ഫ്ലോർ, 2 തരം ശ്മശാനങ്ങൾ, ഒട്ടകങ്ങളുടെ അസ്ഥികൂടങ്ങൾ എന്നിവ കാലിബംഗനിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ബെനവലി. ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഹിസർ district of Haryana. Penwali has provided 2 phases of culture during its excavation, the pre-Harappan first phase and the mature Harappan second phase. Through phase 2 belong the Harappan period. Chessboard or grid pattern town planning was not always followed on other Harappan sites, but remaining of drain and street identified from here. High quality beryl has been found in excavation. Other important material remained includes ceramic, stellate steel and the terracotta plug. ഹരിയാനയിലെ ഹിസർ ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഖനനത്തിലെ ബെനവലി 2 ഘട്ടങ്ങളുടെ സംസ്കാരം നൽകിയിരിക്കുന്നു. 1 പ്രീ ഹാരപ്പൻ, 2 പക്വതയുള്ള ഹാരപ്പൻ. 2ാം ഘട്ടം ഹാരപ്പൻ കാലഘട്ടത്തിലാണെങ്കിലും മറ്റ് ഹാരപ്പൻ സൈറ്റുകളിലെ പോലെ ചെസ് ബോർഡും നഗര ആസൂത്രണത്തിലുള്ള ഗ്രിഡ് രീതിയിലും എല്ലായ്പ്പോഴും പിന്തുടരുന്നില്ല. എന്നാൽ ഡ്രൈനുകളുടെയും തെരുവുകളുടെയും അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഉത്ഖനനങ്ങളിലും ഉയർന്ന നിലവാരമുള്ള ബേർലി കണ്ടെത്തി.
മറ്റ് പ്രധാന വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ ഡൊറാമിക്സ്, സ്റ്റീൽസൈറ്റ് സീൽ, ഒരു ടെറക്കോട്ട കലപ്പ എന്നിവയാണ്. Next, Lothal is located in Ahmedabad, Gujarat. It was a coastal town and had different type of town planning. The city was divided into 6 sections and each section was built on wide platform of unripped bricks. Entry to the houses were the main street, while other site of Indus Valley civilization has later entry. Important finding of Lothal and artificial dockyard, rice husk, bread making factory, etc. Lothal is a route to have direct sea trade link with Mesopotamia because of finding the Iranian seal from there. ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ് ലോത്തൽ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു തീരദേശ നഗരമായിരുന്നു. വ്യത്യസ്ത തരം ടൗൺ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. നഗരത്തെ ഒരു 6 വിഭാഗങ്ങളായി വിഭജിക്കുകയും ഓരോ വിഭാഗങ്ങളെയും പഴുക്കാത്ത ഇഷ്ടികകളുടെ വിശാലമായ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുകയും ചെയ്തു. വീടുകളിലേക്ക് പ്രവേശനം മെയിൻ സ്ട്രീറ്റിലായിരുന്നു. ഇൻഡസ് വാലി സിവിലൈസേഷൻ മറ്റ് സൈറ്റുകളിൽ ലാറ്ററൽ എൻട്രി ഉണ്ട്. ലോത്തലിലെ പ്രധാന കണ്ടെത്തലിൽ ഒരു കൃത്രിമ ഡോക്യാർഡ്, അരിയുടെ തൊണ്ട്, കൊന്ത നിർമ്മാണ ഫാക്ടറി എന്നിവയായിരുന്നു. അവിടെ നിന്ന് ഇറാനിയൻ മുദ്ര കണ്ടെത്തിയിരുന്നതിനാൽ ലോത്തലിന് മെസൊപ്പൊട്ടോമിയയുമായി നേരിട്ട് ഒരു കടൽ വ്യാപാര ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്നു. ദ ഡോക്യാർഡ് ലോത്തൽ development as a most important port and the center of the bread industry until 19,000 BC. A long wharf connected the dockyard to main workshop, which was located on plinth of some 3.5 meters above the ground. The whole town was situated on the patch of high ground rising up from flat alluvial plains of wall. A wall was erected to encircling the town and the platform was built the warehouse where goods were checked and stored. The warehouse were divided into 64 rooms around 3.5 square kilometer, each connected by 1.2 meter wide passage, and 12 of these cubical blocks are visible even today. Seal were used to label the import and export from the dock, and some of these labels are being found during digs. Kiln fired bricks where the Harappan had learned from experience were unaffected by the tidal waters, were used in the making passage to protect the cargo. ഡോക്യാർഡ് 1990 BC-യിൽ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം ബ്രെഡ് വ്യവസായത്തിന് കേന്ദ്രമായി വികസിപ്പിച്ചു. ഒരു നീണ്ട വാഫ് ഡോക്യാർഡ് പ്രധാന വെയർഹൗസുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അത് നിലത്തു നിന്ന് 3.5 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭാരിയിലെ പരന്ന ഓവലുകൾ സമുദ്രത്തിൽ നിന്ന് മുകളിലേക്ക് ഉയർന്ന പട്ടണം മുതൽ ഉയർന്ന നിലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പട്ടണത്തെ വളയാൻ ഒരു മതിൽ സ്ഥാപിക്കുകയും സാധനങ്ങൾ പരിശോധിച്ച് സൂക്ഷിക്കുന്ന വെയർഹൗസിനായി ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുകയും ചെയ്തു. 3.5 ചതുരശ്ര മീറ്റർ വീതിയിലുള്ള 64 മുറികളാണ് വെയർഹൗസ് വിഭജിക്കപ്പെട്ടു. 1.2 മീറ്റർ വീതിയുള്ള പാസേജുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഈ 12 ക്യൂബിക് ബ്ലോക്കുകൾ ഇന്ന് കാണാം. വേലിയേറ്റ ജലത്തെ ബാധിക്കാത്ത അനുഭവത്തിൽ നിന്ന് ഹാരപ്പന്മാർ പഠിച്ച ക്ലീൻ ഉപയോഗിച്ച് ഇഷ്ടികൾ ചരക്ക് സംരക്ഷണത്തിനായി ഭാഗങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചു. നെക്സ്റ്റ്, സുർക്കോട്ടഡ situated in Kutch district of Gujarat and excavated by J.R. Joshi in 1972. Surkotada was an important fortified Harappan settlement. The site is important particularly because it provided the remains of horns bone, but its identity is doubtful. A cemetery with 4 pot burner
with some human bones are also been found. A grave has been found the association with the big rock, a rare finding of Harappan culture. സർക്കോട്ടഡ ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. 1972 JR ജോഷി ഖനനം ചെയ്യുകയും ചെയ്തു. സർക്കോട്ടഡ ഒരു പ്രധാന കോട്ടയുള്ള ഹാരപ്പൻ വാസസ്ഥലമായിരുന്നു. സൈറ്റ് അസ്ഥികൂടങ്ങളുടെ അവശിഷ്ടങ്ങൾ നൽകിയിരുന്ന സൈറ്റ് പ്രധാനമാണ്. എന്നാൽ അതിന്റെ ഐഡന്റിറ്റി സംശയകരമാണ്. ചില മനുഷ്യ അസ്ഥികളുടെ 4 കഷണം ശ്മശാനങ്ങളുള്ള ഒരു ശ്മശാനവും കണ്ടെത്തിയിട്ടുണ്ട്. ഒരു വലിയ പാറയുമായി സഹകരിച്ച് ഒരു ശവക്കുഴി കണ്ടെത്തി. ഹാരപ്പൻ സംസ്കാരത്തിന്റെ അപൂർവ കണ്ടെത്തൽ ആണ് ഇവ. ധോളവീര is located in Rann of Kutch of Gujarat. It is excavated in 1990s by the team led by the R.S. Bish. It has several large reservoirs and elaborate system of drains to collect water from the city wall and housetop to fill these water tanks. Harappa, Mohenjo-daro and Dholavira are called the nuclear cities of civilization. ഗുജറാത്ത് റൺ ഓഫ് കച്ചിൽ ധോളവീര സ്ഥിതി ചെയ്യുന്നത്. 1990-ൽ RS ബിഷ്ടിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമാണ് ഇത് ഖനനം ചെയ്തത്. ഇതിന് ധാരാളം വലിയ ജലസംഭരണികൾ ഉണ്ടായിരുന്നു. ഈ വാട്ടർ ടാങ്കുകൾ നിറയ്ക്കാൻ നഗരത്തിന്റെ മതിലുകളിൽ നിന്ന് വീടിന്റെ മുകളിലേക്ക് ഭാഗത്തു നിന്ന് വെള്ളം ശേഖരിക്കുന്ന വിപുലമായ ഡ്രെയിനേജ് സംവിധാനം രൂപകൽപ്പന ചെയ്തിരുന്നു. ഹാരപ്പ, മോഹൻജോദാരോ നാഗരികതകൾ ന്യൂക്ലിയർ നഗരങ്ങൾ എന്നാണ് ധോളവീരയും ദയനയും വിശേഷിപ്പിച്ചിരുന്നത്. Unlike the Harappa and Mohenjo-daro, where the three are two settlements, in Dholavira 3 citadel or principal division has been found, which have been duly protected by the fortification. There is an open ground out of the fortification. In Dholavira, there has been found the inner enclosure of the citadel, to which have not been found any other cities of Harappan culture. One of the most important findings of Dholavira has been signboard with the Indus script. 2 സെറ്റിൽമെന്റുകളുടെയും ഹാരപ്പ, മോഹൻജോദാരോ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി ധോളവീരയിൽ 3 സിറ്റാഡലുകളുടെ പ്രധാന ഡിവിഷനുകളെ കണ്ടെത്തിയിട്ടുണ്ട്. അവ കോട്ടയായതിനാൽ സംരക്ഷിക്കപ്പെടുന്നു. കോട്ടയിൽ നിന്ന് ഒരു തുറന്ന മൈതാനമുണ്ട്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ മറ്റേതൊരു നഗരത്തിലെയും ധോളവീരയിൽ സിറ്റാലിന്റെ ആന്തരിക വലയം കണ്ടെത്തിയിട്ടുണ്ട്. ധോളവീരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ 1 സിന്ധു സ്ക്രിപ്റ്റുകളുടെ ഒരു സൈൻ ബോർഡുകളാണ്. നെക്സ്റ്റ്, ചാനുദാരോ has relieved 3 different culture layers from lowest to the top, being Indus culture, Jangar culture and Khangar culture. The site is especially important for providing evidence about different Harappan factories. These factories provided sealed, toys and bones implemented. It was the only Harappan site without a citadel. Some remarkable findings at Chanudaro include bronze figure of Bulkholo cart and Vikas, a small ink pot, footprints of elephant, and a dog chasing cat. സിന്ധു സംസ്കാരം, ദുഗർ സംസ്കാരം, ജാങ്കർ സംസ്കാരം എന്നിങ്ങനെ 3 വ്യത്യസ്ത സാംസ്കാരിക പാളികൾ ചാനുദാര വെളിപ്പെടുത്തുന്നുണ്ട്. വിവിധ ഹാരപ്പൻ ഫാക്ടറിയെക്കുറിച്ച് തെളിവുകൾ നൽകിയിരുന്നത് ഈ സൈറ്റിൽ പ്രധാനമായിട്ടുണ്ട്. ഈ ഫാക്ടറിയിൽ മുദ്രകളെയും കളിപ്പാട്ടങ്ങളുടെയും അസ്ഥി ഉപകരണങ്ങളെയും നിർമ്മിച്ചിരുന്നു. ഒരു കോട്ടയില്ലാതെ ഏക ഹാരപ്പൻ നഗരമാണ് ഇത്. ചാനുദാരോയിലെ ശ്രദ്ധേയമായ ചില കണ്ടെത്തലുകൾ കാളവണ്ടി, എക്ക എന്നിവയുടെ വെങ്കല രൂപങ്ങൾ ഉൾപ്പെടുന്നു. ഒരു ചെറിയ ഇങ്ക് പോട്ട്, ആനയുടെ കാൽപ്പാടുകൾ, പൂച്ചയെ ഓടിക്കുന്ന നായ എന്നിവയാണ് ഇവിടുന്ന് കണ്ടെത്തിയത്. നെക്സ്റ്റ്, സർക്കഗന്ധൂർ was located around 55 km from the shore of Arabian Sea of the bank Dasri River near the Iran border. It was an important coastal town along with the Lothal and Balakot in Pakistan, and is considered to be the western border of Indian Indus Valley civilization. It was originally a port and later cut off from the sea due to the coastal upliftment. The conclusion
has been drawn up the Surkogandur had trade relationship with the Benin. ഇറാൻ അതിർത്തി കടലുള്ള ഡാഷ് നദീതീരത്ത് അറബിക്കടലിന് തീരത്ത് നിന്ന് 55 കിലോമീറ്റർ അകലെയാണ് സുർഖഗന്ദൂർ സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീതട നാഗരികതയുടെ പടിഞ്ഞാറൻ അതിർത്തിയിലാണ് ഇവ കാണപ്പെടുന്നത്. ഇത് ആദ്യം ഒരു തുറമുഖമായിരുന്നു. പിന്നീട് തീരദേശത്തെ ഉയർച്ച കാരണം കടലിൽ നിന്ന് ഛേദിക്കപ്പെട്ടു. സുർഖഗന്ദൂറിന് ബനവേലിയുമായി വ്യാപാര ബന്ധമുണ്ടെന്നാണ് നിഗമനത്തിലെത്തിയിട്ടുണ്ട്. Ratnahari in Hasar, Haryana is now considered the largest site of Indus Valley civilization. The archaeological excavation at Rakhigari relieved definite features of Indus Valley civilization such as Potter Kiln, an elaborate drainage system and granary, ritualistic platform and terracotta figures. സിന്ധു നദീതട നാഗരികതയുടെ ഏറ്റവും വലിയ സ്ഥലമായി ഹരിയാനയിലെ ഇസ്രയേലിലെ രാഖിഗിരി ഇപ്പോൾ കാണപ്പെടുന്നു. രാഖിഗിരിയിലെ പുരാവസ്തു ഗവേഷണങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. സിന്ധു നാഗരികതയുടെ പ്രത്യേക സവിശേഷതകളായി കുഷ്വാന ചോള, വിശാലമായ ഡ്രൈനേജ് സംവിധാനം, ഒരു കളപ്പുര, ആചാരപരമായ പ്ലാറ്റ്ഫോമുകൾ, ടെർക്കോട്ട പ്രതിമകൾ എന്നിവ ഇവിടുന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നെക്സ്റ്റ്, ഹാരപ്പൻ സീൽ. Divided into 3 parts. The Pashupati seal. This seal dispatched a yogi preferred by Lord Shiva. A pair of horns crown his head. He is surrounded by a rhino, a buffalo, an elephant, and a tiger. Under his throne are 2 deer. This seal shows that Shiva was worshipped and was considered as a lord of animals, Pashupati. Second seal, the unicorn seal. The unicorn seal is a mythological animal. The seal shows that at a very early stage of civilization, human had produced many creation of imagination in the shape of bird and animal motifs that survived in the later art. Third one, the bull seal. The seal depicts a humped bull of great vigor. The figure shows artistic skill and a good knowledge of animal anatomy. ഹാരപ്പയിൽ 3 മുദ്രകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന് പശുപതി മുദ്ര. ഈ മുദ്രയിൽ ഒരു യോഗിയെ, ഒരു പക്ഷെ ശിവനെ ചിത്രീകരിച്ചിരിക്കുന്നു. ഒരു ജോഡി കൊമ്പുകൾ, അവന്റെ തലയിൽ കിരീടം, ഒരു കാണ്ടാമൃഗം, എരുമ, ആന, കടുവ എന്നിവയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അവന്റെ സിംഹാസനത്തിൽ കീഴിൽ 2 മാനുകളുണ്ട്. ഈ മുദ്ര കാണിക്കുന്നു ശിവനെ ആരാധിക്കുകയും അവനെ മൃഗത്തെ നാഥനായി അല്ലെങ്കിൽ പശുപതി കാണപ്പെടുകയും ചെയ്തു എന്നാണ്. രണ്ടാമത്തെ മുദ്ര യൂണിക്കോൺ മുദ്ര. യൂണിക്കോൺ മുദ്ര ഒരു പുരാതന മൃഗമാണ്. നാഗരികത ആദ്യകാലത്തിൽ തന്നെ മനുഷ്യഭാവനയുടെ പല സൃഷ്ടികളും പക്ഷി മൃഗങ്ങളുടെ രൂപത്തിൽ പിൽക്കാല കലയിൽ നിലനിന്നുവെന്ന് കാണപ്പെടുന്നു. ഈ മുദ്രയിൽ വലിയ സർഗമായ ഒരു കാളയെ ചിത്രീകരിക്കുന്നു. ഈ ചിത്രം കലാപരമായ നൈപുണ്യവും മൃഗങ്ങളുടെ ശരീരഘടനയെക്കുറിച്ചും നല്ല അറിവും കാണിക്കുന്നു. നെക്സ്റ്റ്, agriculture in Indus Valley civilization. The Harappan village, mostly situated near the flood plains, produced sufficient food grains. Wheat, barley, rice, peas, cereal, lentil, chickpea, and mustard were the produced. Millet are also found from the site in the Gujarat, while rice use were the relatively rare. The Indus people were the earliest people to produce cotton. While the prevalence of agriculture is indicated by the find of grains, it is more difficult to reconstruct actual agricultural practice. Representation of seal and terracotta sculpture indicate that bull was known, and the archaeologist extrapolate shows oxen were also used in the plugging. കൃഷി. സിന്ധു നദീതട സംസ്കാരത്തിലെ കൃഷിയെക്കുറിച്ച്. വെള്ളപ്പൊക്ക സമതലങ്ങൾക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഹാരപ്പൻ ഗ്രാമങ്ങൾ ആവശ്യത്തിന് ഭക്ഷണധാന്യങ്ങൾ ഉൽപ്പാദിച്ചിരുന്നു. ഗോതമ്പ്, ബാർലി, റായ്, കടല, എള്ള്, പയർ, ചിക്കൻ, കടുക് എന്നിവ ഉൽപ്പാദിപ്പിച്ചിരുന്നു.
ഗുജറാത്തിലെ സൈറ്റുകളിൽ നിന്ന് മില്ലറ്റുകൾ കാണപ്പെട്ടിരുന്നു. അരി ഉപയോഗം താരതമ്യേന അപൂർവമായിരുന്നു. പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യകാല ആളുകൾ സിന്ധു ജനതയായിരുന്നു. കൃഷിയുടെ വ്യാപനം ധാന്യങ്ങളുടെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്ന യഥാർത്ഥ കാർഷിക രീതിയിൽ പുനർനിർമ്മാണത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മുദ്രകളും ടെർക്കോട്ട ശില്പങ്ങളെ കുറിച്ചുള്ള പ്രതിദാനം കാളയെ അറിയുന്നതെന്ന് സൂചിപ്പിക്കുന്നു. കൂടാതെ പുരാവസ്തു ഗവേഷകങ്ങൾ എക്സ്പോർട്ടൈറ്റ് കാണപ്പെടുന്ന കാളയെ ഉഴുതുന്നതിന് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. Economy in Indus Valley Civilization. The importance of trade in all life of Indus people is witnessed by the presence of numerous seal, uniform script, and regulated weight and measures in the wide area. The Harappan carried the considerable trade in the stone, metal, shale, etc. Metal money was not used for the trade with carried with the barter system. This practiced navigation on the coast of the Arabian Sea. They had set up the trading colony in the North Afghanistan, which evidently facilitated trade with the Central Asia. They also carried commerce with those in the land of the Tigris and Euphrates. സമ്പദ് വ്യവസ്ഥ സിന്ധു നദിയുടെ ജീവിതത്തിലെ വ്യാപാരത്തിന് പ്രധാനത്തിന് നിരവധി മുദ്രകൾ, യൂണിഫോം സ്ക്രിപ്റ്റ്, നിയന്ത്രിത തൂക്കങ്ങൾ, അളവുകൾ എന്നിവ വിശാലമായ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട്. ഹാരപ്പന്മാർ കല്ല്, ലോഹം, ഷെൽ മുതലായവയാണ് ഉപയോഗിച്ചിരുന്നത്. മെറ്റൽ പണം ഉപയോഗിച്ചിട്ടുള്ള ബാർട്ടർ സമ്പ്രദായമായിരുന്നു വ്യവസായം നടത്തിയിരുന്നത്. ബാർട്ടർ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഒരു സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് മറ്റൊരു സാധനം ഇങ്ങോട്ട് പണി, അതിനാണ് ബാർട്ടർ സംവിധാനം എന്ന് പറയുന്നത്. അവ അറബിക്കടലിന്റെ തീരത്ത് നാവിഗേഷൻ പരിശീലിച്ചു. അവർ വടക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒരു ട്രേഡിംഗ് കോളനി സ്ഥാപിക്കുകയും മധ്യേഷ്യയിലുമായി വ്യാപാരം സുഗമമാക്കുകയും ചെയ്തു. അവയും ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും നാട്ടിൽ നിന്നുകൊണ്ട് വാണിജ്യം നടത്തിയിരുന്നു. നെക്സ്റ്റ്, റിലീജിയൻ. In Harappan, numerous terracotta figures of women has been found. In one figure is plant showing growing out of the embryo of the woman. The Harappan therefore locked up from the earth as a fertility goddess and worshipped her the same manner of the Egyptian worship of the Nile goddess Isis. The male deity is represented on a seal with the horned head represented in the sitting posture of a yogi. This god is surrounded by an elephant, a tiger, rhinoceros, and has buffalo below his throne. At his feet upon the two deer, the depicted god is identified as Pashupati Mahadeva. Numerous symbols of pallas and female sex organs made of the stone have been found. The people of the Indus region also worship tree and animals. മതം. ഹാരപ്പയിൽ നിരവധി ടെറക്കോട്ട സ്ത്രീകളുടെ പ്രതിമ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു പ്രതിമയിൽ ഒരു സ്ത്രീയുടെ ഭ്രൂണത്തിൽ നിന്ന് ഒരു ചെടി വളർന്നതായി കാണപ്പെടുന്നു. 3 കൊമ്പുള്ള തലയുള്ള ഒരു മുദ്രയിൽ പുരുഷ ദേവതയെ പ്രതിനിധീകരിക്കുന്നു. ഒരു യോഗി ഇരിപ്പിടത്തിൽ ഇത് പ്രതിനിധീകരിക്കുന്നു. ഈ ദൈവത്തിന് ചുറ്റും ആന, കടുവ, കാണ്ടാമൃഗം, സിംഹത്തിന് താഴെ ഒരു എരുമയുമുണ്ട്. അദ്ദേഹത്തിന്റെ കാൽക്കൽ 2 മാനുകളും പ്രത്യക്ഷപ്പെടുന്നു. ചിത്രീകരിക്കുന്ന ദൈവത്തിന്റെ പശുപതി മഹാദേവ എന്നാണ് തിരിച്ചറിയുന്നത്. കല്ലുകൊണ്ട് നിർമ്മിച്ച ഫാളസ്, സ്ത്രീ ലൈംഗികാവയവങ്ങൾ എന്നിവയുടെ നിരവധി ചിഹ്നങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. സിന്ധു പ്രദേശത്തെ ജനങ്ങളും മൃഗങ്ങളെയും ആദരിച്ചിരുന്നു. മൃഗങ്ങളെയും സിന്ധു പ്രദേശത്തിലെ ജനങ്ങൾ ആരാധിച്ചിരുന്നു. Decline of Indus Valley Civilization. The Indus Valley Civilization declined around 1800 BC, but the actual reason behind the demise of the still debated. One theory claimed the Indo-European tribes Aryan invaded and conquered the Indus Valley Civilization. In later culture, various elements of Indus Valley Civilization are found which suggest the civilization did not disappear suddenly due to an invasion. സിന്ധു നദീതട നാഗരികതയുടെ അവസാനം. നാഗരികതയുടെ തകർച്ച BC 1800 ആയിരുന്നു. പക്ഷെ അതിന്റെ നിര്യാണത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഇപ്പോഴും ചർച്ചയ്ക്കപ്പെടുന്നുണ്ട്. ഒരു സിദ്ധാന്തം ഇൻഡോ യൂറോപ്യൻ ഗോത്രം ആര്യന്മാർ ഇൻഡസ് വാലി സിവിലൈസേഷൻ സിന്ധു നദിയുടെ സംസ്കാരത്തെ ആക്രമിക്കുകയും കീഴടക്കുകയും ചെയ്തു. സംസ്കാരങ്ങൾ
വിവിധ ഘട്ടങ്ങൾ കണ്ടെത്തി. ഇത് ഒരു ആക്രമണം മൂലം നാഗരികത പെട്ടെന്ന് അപ്രത്യക്ഷമായെന്ന് സൂചിപ്പിക്കുന്നു. Conclusion. The underlying efficiency of ancient Indus Valley civilization is remarkable. The Harappan government was a very complex and yet very efficient and technologically advanced urban culture is clearly evident in the Indus Valley civilization. Advanced Harappan art indicate that the people of ancient Indus Valley civilization had fine artistic sensibilities. The ancient Indus Valley civilization was quite clearly advanced to great extent. ഉപസംഹാരം. പുരാതന സിന്ധു നദീതട നാഗരികത അടിസ്ഥാന കാര്യക്ഷമത ശ്രദ്ധേയമാണ്. ഹാരപ്പൻ സർക്കാർ വളരെ സങ്കീർണവും വളരെ കാര്യക്ഷമവുമായിരുന്നു. സിന്ധു നദീതട നാഗരികതയിൽ കാര്യക്ഷമതയും സാങ്കേതികവുമായ മുന്നേറ്റങ്ങളുമായി ഒരു നഗരത്തെ സംസ്കാരം വ്യക്തമാക്കുന്നു. പുരാതന സിന്ധു നദീതടത്തിലെ ജനങ്ങൾക്ക് മികച്ച കലാപരമായ സവിശേഷതകളുണ്ടായിരുന്നു എന്നാണ് നൂതന ഹാരപ്പൻ കല സൂചിപ്പിക്കുന്നത്. പുരാതന സിന്ധു നദീതട നാഗരികതയെ വളർച്ച വ്യക്തമായി പുരോഗമിച്ചു. താങ്ക് യു. Think before you speak, read before you think. Prepared by Jay Kotanes, Aeon Study Circle. If you join our study group or social media, Facebook Aeon Study Circle, WhatsApp 9846024053, Telegram Aeon Study Circle.